ഹന്ന ബിന്ത് ഫാഖൂദ്. ഇസ്രായേൽ വംശത്തിൽപ്പെട്ട ഉന്നതനായിരുന്ന ഫാഖൂദിന്റെ മകളാണ് മഹദി. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, ഹന്ന ബിന്ത് ഫാഖൂദും ഇഷാ ബിന്ത് ഫാഖൂദും. ഇഷാ ബിന്ത് ഫാഖൂദിന്റെ ഭർത്താവായിരുന്നു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ഇരുവരുടെ ദാമ്പത്യ ജീവിതത്തിൽ യഹ്യ നബി അലൈഹിസ്സലാം പിറവികൊണ്ടു. ഇഷാ ബിന്ത് ഫാഖൂദിന്റെ സഹോദരിയായ നമ്മുടെ ചരിത്ര നായിക ഹന്ന ബിന്ത് ഫാഖൂദ് ഇമ്രാനുമായിട്ടാണ് വിവാഹം നടത്തിയത്. ഈ ദാമ്പത്യത്തിലാണ് ഹന്ന ബീവിക്കും ഇമ്രാനും മകളായി മറിയം ബീവി ഭൂജാതനാകുന്നത്. ദാമ്പത്യ ജീവിതം എത്ര പിന്നിട്ടിട്ടും സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ അതീവ ദുഃഖിതയായിരുന്നു മഹദി ഹന്ന ബിന്ത് ഫാഖൂദ്. ഒരു ദിവസം മഹദി അവറുകൾ സുഖനിദ്രയിലായപ്പോൾ ഒരു സ്വപ്നം കാണാനിടയായി. ഒരു മരത്തിന്റെ ശിഖരത്തിൽ ഒരു കുഞ്ഞു പക്ഷി ഇരിക്കുകയും ആ കുഞ്ഞു പക്ഷിയുടെ അടുത്തേക്ക് അമ്മ പക്ഷി പറന്നു വന്ന് ആ കുഞ്ഞിന്റെ വാഴയിലേക്ക് ഭക്ഷണം നൽകുന്നതായിരുന്നു മഹദിയുടെ സ്വപ്നം. സ്വപ്നം ദർശിച്ച ഹന്ന ബീവി വളരെ ദുഃഖത്തിലായി. തന്മൂലം ഒരു കുഞ്ഞുണ്ടാവാൻ അഭിലഷിക്കുകയും ചെയ്തു. അള്ളാഹുവിനോട് വിനയാന്യതയായി അവർ മനമുരുകി പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദി അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. തൽഫലമായി ബീവി ഗർഭിണിയായി. ഗർഭം ധരിച്ചതറിഞ്ഞ് ഹന്ന ബിന്ത് ഫാഖൂദും ഭർത്താവായ ഇമ്രാനും അതീവ സന്തോഷത്തിലായി. മാസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഇസ്രായേൽ സമൂഹത്തിന്റെ ആചാരം ഹന്ന ബീവിയെ അലട്ടിയത്. പലരും തന്റെ സന്താനങ്ങളെ പള്ളിയിലേക്ക് നേർച്ചയാക്കാറുണ്ട്. കുട്ടികളെ പ്രായപൂർത്തിയാകുന്നതുവരെ പള്ളിയിൽ താമസിപ്പിക്കുകയും അനന്തരം പള്ളിയിൽ തുടരണമോ അല്ല പുറത്തു പോകണമോ എന്ന് തീരുമാനിക്കുന്നതിന് കുട്ടിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. കുട്ടി പള്ളിയിൽ ദീനീ ഖിദ്മത്തിൽ ആയി തുടരണം എന്നായിരുന്നു ഹന്ന ബീവിയുടെ ആഗ്രഹം. അങ്ങനെ ഹന്ന ബീവി തന്റെ പൊന്നോമന കുഞ്ഞിനെ പള്ളിയിലേക്ക് നേർച്ചയാക്കാൻ കരുതി. ഈ സന്ദർഭം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഇമ്രാന്റെ ഭാര്യ പ്രാർത്ഥിച്ച ഘട്ടം ഓർക്കുക. നാഥാ, എന്റെ വയറ്റിലുള്ള ശിശുവിനെ ഞാനിതാ നിനക്കായി വിട്ടുതരുവാൻ നേർച്ചയാക്കുന്നു. എന്നിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ. നീ സസൂക്ഷ്മം കേൾക്കുന്നവയും അറിയുകയും ചെയ്യുന്നവൻ തന്നെ. ഈ സന്തോഷ വിവരം മഹദി തന്റെ പ്രിയതമനായ ഇമ്രാനോട് ആരാഞ്ഞു. ഇത് കേട്ട് ഇമ്രാൻ ഭാര്യയായ മഹദി ഹന്ന ബീവിയോട് ചോദിച്ചു, അല്ല, നമ്മുടെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ എങ്ങനെ നമ്മൾ പള്ളിയിൽ ഏൽപ്പിക്കുക? നമ്മുടെ പതിവ് പ്രകാരം ആണുങ്ങളെ മാത്രമേ പള്ളിയിലേക്ക് പോകാറും സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഹന്ന ബീവിയും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചു, ദൈവവിധിയിൽ വിശ്വസിച്ചു. അങ്ങനെയിരിക്കവേ ഭർത്താവ് ഇമ്രാൻ രോഗബാധിതനായി. ദിവസങ്ങൾ നീങ്ങുന്തോറും രോഗം മൂർച്ഛിച്ചു. തനിക്ക് പിറക്കുന്ന കുഞ്ഞിനെ മുഖം കാണാനാകാതെ ഇമ്രാൻ ദൈവവിളിക്ക് ഉത്തരം നൽകി. ഇത് ഹന്ന ബീവിയെ കൂടുതൽ ദുഃഖത്തിലാക്കി. ഇനി ഹന്ന ബീവിയെ സ്വാന്തനിപ്പിക്കാൻ സഹോദരി ഇഷാ ബിന്ത് ഫാഖൂദും ഭർത്താവ് സക്കരിയ നബിയുമാണുള്ളത്. അങ്ങനെ കാലങ്ങൾ തള്ളി നീങ്ങുമ്പോഴാണ് ഹന്ന ബീവിക്ക് പ്രസവ നൊമ്പരം വരുന്നത്. ഈശ്വരവിധിയാൽ മഹദി ഹന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഈ പെൺകിടാവിനെ നോക്കി ഹന്ന ബീവി അള്ളാഹുവിനോട് പറഞ്ഞു, എന്റെ നാഥാ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണല്ലോ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ആൺകുഞ്ഞ് ഈ പെൺകുഞ്ഞിനെ പോലെ അല്ലല്ലോ. ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് മറിയം എന്ന് നാമം ചെയ്തിരിക്കുന്നു. അവളെയും അവളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഈ സന്ദർഭം വിശുദ്ധ ഖുർആനിൽ 36-ാം സൂക്തം ആലിമ്രാൻ വിവരിച്ചത് ഇങ്ങനെയാണ്: എന്റെ നാഥാ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്. അവർ പ്രസവിച്ചത് എന്താണെന്ന് നല്ലതുപോലെ അറിയുന്നവനാണ് അള്ളാഹു.
ആൺകുഞ്ഞ് പെൺകുഞ്ഞിനെ പോലെയല്ലല്ലോ. ഏതായാലും ഞാൻ കുഞ്ഞിനെ മറിയം എന്ന് പേര് നൽകുന്നു. ഈ കുഞ്ഞിനെയും ഇതിൻ്റെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആഗോള മടക്കി ഭരിച്ചവരും പ്രവാചകർ മുഹമ്മദ് സുലൈമാൻ നബി അലൈഹിസ്സലാം സന്താന പരമ്പരയിൽ ആണ് ഹന്ന ബീവിയുടെ ഭർത്താവ് ഇമ്രാൻ ഭൂജാതനായത്. ആൺകുഞ്ഞിന് വേണ്ടി അഭിലഷിച്ച ഹന്ന ബീവിക്ക് ലഭിച്ചത് പെൺകുഞ്ഞായതിനാൽ പരിഭവപ്പെട്ട മഹദി ആഗോള മടക്കി ഭരിച്ചവരും പ്രവാചകനുമായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് ഹന്ന ബീവിയുടെ ഭർത്താവ് ഇമ്രാൻ ഭൂജാതനായത്. ആൺകുഞ്ഞിനു വേണ്ടി അഭിലഷിച്ച ഹന്ന ബീവിക്ക് ലഭിച്ചത് പെൺകുഞ്ഞായതിൽ പരിഭവപ്പെട്ട മഹദി അള്ളാഹുവിനോടുള്ള നേർച്ച നിറവേറ്റുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം, ഭക്തി, വിശ്വസ്തത, ഭർതൃസേവനം തുടങ്ങിയ വിശേഷണങ്ങളിലൂടെയാണ് മഹദി ഹന്ന ബീവി ഖുർആനിലൂടെ കടന്നു പോകുന്നത്. ഗർഭിണിയായിരിക്കെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ പോലും അചഞ്ചല വിശ്വാസം കൈവിടാതെ മഹദി ഉറച്ചു നിന്നത് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ചപ്പോൾ ഞൊടിയിടയിൽ പേര് വെക്കാനും പൈശാചിക അധിനിവേശത്തിൽ നിന്ന് പ്രതിരോധിക്കാനും ഉള്ള മഹദിയുടെ തൃഷ്ണ ഹന്ന ബീവിയുടെ മതബോധത്തെയാണ് വ്യക്തമാക്കുന്നത്. ഇഷാ ബീവിക്കും സക്കരിയ നബിക്കും സന്താനങ്ങൾ ഉണ്ടാവുന്നത് വാർദ്ധക്യത്തിൽ ആയിരുന്നുവെങ്കിലും സക്കരിയ നബിക്ക് മുമ്പേ ഇമ്രാൻ ഹന്ന ദമ്പതികളിൽ മറിയം ബീവി ജനിച്ചിരുന്നു. മറിയം ബീവിക്ക് അഭൗതിക മാർഗത്തിൽ ഭക്ഷണം ലഭിക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം കാണാറുണ്ടായിരുന്നു. ഇത് കണ്ട് തന്റെ വാർദ്ധക്യത്തിലും തളരാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും തൽഫലമായി യഹ്യ നബി അലൈഹിസ്സലാം ജനിക്കുന്നതും ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം യഹ്യ നബി ജനിക്കുന്ന സമയത്ത് 120 വയസ്സും ഭാര്യ ഇഷാ ബീവിക്ക് 98 വയസ്സും ആയിരുന്നു. കൂടുതലൊന്നും ചിന്തിക്കാതെ ഹന്ന ബീവി അള്ളാഹുവിന് നൽകിയ ഉടമ്പടി പാലിക്കാൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട തന്റെ പിതൃവ്യ പുത്രന്മാരായ പള്ളി പരിപാലകരുടെ മുന്നിലെത്തി. 30ഓളം പേർ പള്ളിയിൽ ആ കാലത്ത് ശുശ്രൂഷയിൽ ആയി കഴിഞ്ഞിരുന്നു. അവരുടെ താമസവും വിശ്രമവും പള്ളിയിൽ തന്നെയായിരുന്നു. ഹന്ന ബീവി മറിയമിനെ പള്ളിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇതാ, നിങ്ങൾ ഈ കുട്ടിയെ സ്വീകരിക്കുക. ഈ കുട്ടിയെ ഞാൻ അള്ളാഹുവിന് നേർച്ചയാക്കിയതാണ്. ഈ കുട്ടിയെ ഞാൻ നേർച്ചയാക്കിക്കൊണ്ട് എൻ്റെ ഉടമ്പടി നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഇതു കേട്ട പള്ളി പരിപാലകർ ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ മത്സരിക്കുകയായിരുന്നു. അവസാനം അവർ നറുക്കെടുപ്പ് തീരുമാനിക്കാൻ തയ്യാറായി. എല്ലാവരും താൻ എഴുതാൻ ഉപയോഗിക്കുന്ന തൂലിക ജോർദാൻ നദിയിലേക്ക് എറിയാൻ തുടങ്ങി. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന മാത്രം വെള്ളത്തിൽ പൊങ്ങി നിന്നു. അതോടുകൂടെ സക്കരിയ നബി അലൈഹിസ്സലാം മറിയമിനെ ഏറ്റെടുത്തു. വിശുദ്ധ ഖുർആനിൽ അൽ-ഇംറാനിൽ 37 സൂക്തത്തിൽ ഇങ്ങനെ കാണാം: അങ്ങനെ അവരുടെ നാഥൻ ആ കുഞ്ഞിനെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തുകയും ചെയ്തു. കുഞ്ഞിനെ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയും ചെയ്തു. കുഞ്ഞിനെ സക്കരിയയെ ഏൽപ്പിക്കുകയും മറിയമിനെ ഹന്ന ബീവിയുടെ മകളായ മറിയം സഹോദരിയായ ഇഷാ ബീവിയുടെ കരങ്ങളിൽ സുരക്ഷിതയായി. ഹന്ന ബീവി വളരെയധികം സന്തോഷിച്ചു. അള്ളാഹുവിനോടുള്ള തൻ്റെ ഉടമ്പടി ഹന്ന ബീവി പൂർത്തീകരിച്ചു. ഹന്ന ബീവിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അള്ളാഹു പരീക്ഷിക്കുകയായിരുന്നു. ബീവി അവർകൾ പരീക്ഷണത്തിൽ വിജയിച്ചു. ബീവിയെ പരാമർശിക്കുന്ന 7 സ്ഥലങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.